നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാം എന്ന് പറഞ്ഞ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നഗ്ന വീഡിയോ പകർത്തി അവരെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും വിസമ്മതിച്ചാൽ നഗ്ന വീഡിയോകൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന കൊല്ലം ശക്തികുളങ്ങര ബദരിയ മനസ്സിൽ 36 വയസ്സ് പ്രായമുള്ള മുഹമ്മദ് ഹാരിസിനെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ പെൺമക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കണമെന്ന് പഴമക്കാർ പറയുന്നതിൽ വലിയ കാര്യമുണ്ട്. ഈ നവകാലഘട്ടത്തിൽ കയ്യിൽ മൊബൈൽ ഫോണുകളുള്ള പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളാണ് വൻ ചതികളിൽ അകപ്പെട്ടു പോകുന്നത്. പിന്നീട് അങ്ങോട്ട് മാനസികമായി തകർന്നു പോകുന്ന പെൺകുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം, ഭാവി സ്വപ്നങ്ങളൊക്കെയും താറുമാറാകുന്നു. ചില കുട്ടികൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ വരെ ചെയ്യുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വളരെ തന്ത്രപൂർവമാണ് മുഹമ്മദ് ഹാരിസ് തന്റെ വലയിലാക്കിയിരുന്നത്. സ്കൂളുകളിലെ അധ്യാപകരുടെ ഫോൺ നമ്പർ ഇയാൾ ആദ്യം സംഘടിപ്പിക്കുന്നു. ശേഷം അവർക്ക് താനൊരു സിനിമാ നിർമ്മാതാവാണെന്ന തരത്തിലുള്ള ബ്രോഷറുകൾ നിർമ്മിച്ച് അയക്കുന്നു. ആ സ്കൂളിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് സിനിമയിൽ ധാരാളം അവസരങ്ങൾ ഉണ്ടെന്നും പ്രശസ്തിക്കൊപ്പം പണവും ലഭിക്കുമെന്നും അധ്യാപകരെ വിശ്വസിപ്പിച്ച് അഭിനയമോഹമുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ഫോൺ നമ്പറുകൾ ഇയാൾ കൈക്കലാക്കുന്നു. ശേഷം ഈ പെൺകുട്ടികളുമായി ഫോണിൽ ബന്ധപ്പെടും. വശ്യതയോടെ സംസാരിച്ച് സിനിമയുടെ മാസ്മരിക ലോകത്തെക്കുറിച്ച് ഈ പാവം പെൺകുട്ടികളോട് ഇയാൾ വിശദീകരിക്കും. പിന്നീടാണ് ചതിയുടെ രണ്ടാം ഘട്ടം. പെൺകുട്ടികളോട് അവരുടെ ചില ഫോട്ടോകൾ തന്റെ നമ്പറിലേക്ക് അയക്കാൻ ആവശ്യപ്പെടും. ഫോട്ടോ കണ്ടിട്ട് ഈ ചെറിയ പെൺകുട്ടികളെ ഫോട്ടോ സെലക്ഷൻ കഴിഞ്ഞുവെന്നും ഇനി താൻ പറയുന്ന ഒരു സീൻ അഭിനയിച്ച് കാണിക്കണമെന്നും പറഞ്ഞ് ഈ പെൺകുട്ടികളെ അവരുടെ വീടുകളിൽ തന്നെയുള്ള സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് തന്ത്രപൂർവ്വം മാറ്റി വീഡിയോ കോൾ ചെയ്യും. ആദ്യ രംഗം പെൺകുട്ടികൾ അഭിനയിച്ച് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ടുണ്ടെന്നും ഇനി ഒരു രംഗം കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നും അതും കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ സിനിമയിലേക്ക് സെലക്ട് ചെയ്യുമെന്നും വിശ്വസിപ്പിച്ച് ക്യാമറയുടെ മുന്നിൽ നിന്ന് തന്നെ ഡ്രസ് മാറാൻ പെൺകുട്ടിയോട് ആവശ്യപ്പെടും. പെൺകുട്ടികളുടെ അടിവസ്ത്രങ്ങൾ വരെ ക്യാമറയ്ക്ക് മുൻപിൽ നിർത്തി മാറ്റിച്ച് അവരുടെ നഗ്ന വീഡിയോ ദൃശ്യങ്ങൾ ഇയാൾ റെക്കോർഡ് ചെയ്യുന്നു. പെൺകുട്ടികൾ ഇയാളുടെ വലയിലായി കഴിഞ്ഞു. പിന്നീട് പലയിടങ്ങളിലും ഈ കുട്ടികളെ വിളിച്ചു വരുത്തിയാണ് ഇയാൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നത്. വിസമ്മതിക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇയാൾ പകർത്തിയ നഗ്ന വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇയാളുടെ ചതിയിൽപ്പെട്ട പെൺകുട്ടികളിൽ നിന്നും അവരുടെ കൂട്ടുകാരികളുടെ ഫോൺ നമ്പറുകൾ ശേഖരിച്ച് കൂടുതൽ പെൺകുട്ടികളെ ചതിക്കുന്ന ഇയാളുടെ ക്രൂരതകൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ഈ നെറികെട്ടവൻ പോലീസ് വലയിലായത്. വിദ്യാഭ്യാസം കുറവായ സാധാരണക്കാർക്ക് സ്കൂളുകളിൽ വിവിധ ജോലികൾ ശരിയാക്കാം എന്ന് വിശ്വസിപ്പിച്ച് അവരുടെ പേരിൽ സിം കാർഡുകൾ എടുത്താണ് ഇയാൾ കുറ്റകൃത്യങ്ങൾ നടത്തിയിരുന്നത്. ഇത്തരം ചതികൾ നമ്മുടെ പെൺമക്കളെ നമ്മൾ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സ്വകാര്യമായി ചെറിയ പെൺകുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. പെൺകുട്ടികളുടെ പെരുമാറ്റത്തിൽ വേഗത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കർക്കശമായ നിലപാടുകൾക്കും അപ്പുറം സുഹൃത്തിനെ പോലെ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളോട് പെരുമാറിയാൽ ഇത്തരം നെറികെട്ട ചതിവലകളിൽ പെടാതെ അവരെ നമുക്ക് രക്ഷിച്ചു നിർത്തുവാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.